ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചുരിദാർ തയ്ച്ചിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഷർട്ട് പീസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ചുരിദാർ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് ഞാൻ ചുരിദാർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് ആ നെക്കിലും അതേപോലെ സ്ലീവിൻ്റെ എൻഡിലുമായിട്ടാണ് നമ്മൾ വർക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചുരിദാർ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ഞാനിവിടെ നെക്കിൽ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് മിറേഴ്സും അതേപോലെ തന്നെ ഫാബ്രിക് ഗ്ലൂവും പിന്നെ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് ഉണ്ടല്ലോ അതുമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊരു ബ്ലാക്കാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് വേണം എന്താ പറയുക വർക്ക് ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനിതാ ഇതുപോലെ നമ്മുടെ എല്ലാം ഫുൾ ഔട്ട്ലൈനായിട്ട് ബാക്ക് സ്റ്റിച്ച് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ചൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ചൊക്കെ ചെയ്തെടുക്കുക എല്ലാത്തിലും കേട്ടോ. നമ്മൾ അവിടെ ഒരു കമ്പ് പോലെ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ അതായത് ലീഫും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ലീഫിന് ചുറ്റും ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊണ്ടാണ് എന്താ പറയുക വർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇനി അടുത്തത് മിറർ എത്തുമ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് അതിൻ്റെ ഓരത്തു കൂടെ വേണം താഴോട്ടേക്ക് ചെറുതായിട്ട്, കൂടുതൽ വീതി പാടില്ല കേട്ടോ. ഞാൻ വെച്ച് കൊടുക്കുന്നത് പോലെ വേണം നിങ്ങളും ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ താഴത്തുനിന്ന് തന്നെ കുത്തിയെടുത്തിട്ട് വീണ്ടും മുകളിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം ഇതിന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. വീണ്ടും ഇതുപോലെ തന്നെ താഴത്തുനിന്ന് വീണ്ടും മുകളിലേക്ക് കൊടുക്കുന്നു, മുകളിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് കൊടുക്കുന്നു. അങ്ങനെ നമുക്കിത് ചെയ്തു പോകുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ആ ഒരു മിറർ ഇങ്ങനെ ആ ഒരു ഔട്ട്ലൈന് പോലെ നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ ആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതി പെട്ടെന്ന് കത്തും. അതായത് ഇതുപോലെ ചിലപ്പോൾ എന്താ പറയുക ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു മിറേഴ്സ് മൊത്തം നമുക്ക് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ള ലീഫുകളെല്ലാം ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്ലൈന് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഞാനിവിടെ ഈ ബാക്ക് സ്റ്റിച്ച് മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ മിറേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇതുപോലെ വൈറ്റ് പേൾസ് കൊണ്ട് ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. 2-3 ബീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു റൗണ്ടിൽ ഒരു ഡിസൈന് കിട്ടും. അതേപോലെ തന്നെ ലീഫിൻ്റെ ഉള്ളിലും ഇതുപോലെ ഒരു 3 ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഈ ഒരു ഡിസൈന് ഇങ്ങനെ ചെയ്തെടുക്കുക. അതിനുശേഷം എല്ലാത്തിൻ്റെയും ഇടയിൽ കൂടിയായിട്ട് ഒരു പേളും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ഡിസൈന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എളുപ്പത്തിൽ ചെയ്തെടുത്ത ഒരു നെക്ക് ഡിസൈന് ഇതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.